ഈ ട്രംപ് അധികാരത്തിൽ വരാൻ ഇനി 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ ലോകത്ത് ഉടനീളം മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം 1 വർഷത്തിലധികം നീണ്ടു നിന്ന യുദ്ധത്തിന് അവസാനിച്ചിട്ടുണ്ട്. ഇനി എന്തെല്ലാം സംഭവ വികാസങ്ങളായിരിക്കും ട്രംപ് അധികാരമേൽക്കുന്നതോടെ ഉണ്ടാകുക? ഒന്നെങ്കിൽ മലപ്പുറം സംഭവിക്കും, അല്ലെങ്കിൽ കാശ്മീരായി ഒന്ന് പൊട്ടിത്തെറിച്ച് ഹോക. മലപ്പുറം ആകുമെന്ന് വെച്ചാൽ മലപ്പുറം 1921 വരെ ഒരു 1780 അവസാനം തൊട്ട് മലബാറിൽ നിരന്തരം കലാപമായിരുന്നു. അതായത് അവിടെ കർഷകരായ മാപ്പിളരും ജന്മികളും ബ്രിട്ടീഷുകാരുടെ സഹായികളായിരുന്ന ഈ പറയുന്ന സവർണ ഹിന്ദുക്കളുമായിട്ട് സംഘർഷം ഉണ്ടാവുകയും, അത് വർഗീയതയാണോ എന്ന് ചോദിച്ചാൽ അത് വർഗീയതയുടെ എലമെൻ്റ് ഉണ്ട്. അതേ സമയം കർഷക കലാപമാണ്. ഇതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ കളിച്ച് 1921 എല്ലാം അതിൻ്റെ ഔട്ട് ഓഫ് പ്രൊപ്പോർഷനായിട്ട് ബ്ലോ ചെയ്തു. കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടും കൂടി വന്നുകൊണ്ട് ഇവരെന്ത് തോന്നിയാസം കാണിക്കുക എന്നുള്ള ഘട്ടത്തിലെത്തി. ബ്രിട്ടീഷുകാർക്ക് അതങ്ങ് മേഞ്ഞു. ബ്രിട്ടീഷുകാർ അതങ്ങ് മേഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ ഒരു അനക്കമില്ല, ചവിട്ടിയാൽ പോലും തിരിച്ചടിക്കില്ല. പിന്നെ ഈ സംഭവം അവർ സ്ട്രോങ് ആയതും ജിന്ന ബ്രിട്ടീഷുകാർ പറഞ്ഞതനുസരിച്ച് പാകിസ്ഥാന് വേണ്ടി വാദിച്ചു. അപ്പോൾ അവിടെ പാകിസ്ഥാന് വേണ്ടിയുള്ള വാദം അവിടെയും വന്നു. അതോടുകൂടി പിന്നെ മലപ്പുറത്തില്ലായിരുന്നു, കോഴിക്കോട് തലശ്ശേരിയൊക്കെ ആയിരുന്നു. മലപ്പുറത്തൊന്നും വളരെ, കാരണം 1921 ഒരു തിരിച്ചടി അതിഭീകരമായി. അല്ല, ഇപ്പോൾ CPM നേതാവിൻ്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു, അത് പാകിസ്ഥാനിലാണ് വലിയ രീതിയിൽ ഇത്തരം പാകിസ്ഥാൻ വാദം ഉയർന്നതെന്ന്. പാകിസ്ഥാനിലല്ല, പാകിസ്ഥാനെക്കാട്ട് പാകിസ്ഥാൻ വാദം ഉയർന്നത് ബംഗാൾ, UP, ഉത്തരേന്ത്യ, പിന്നെ ചില സൗത്ത് ഇന്ത്യയിലെ മുസ്ലിം പോക്കറ്റുകൾ. അപ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്തതാണ് എൻ്റെയൊക്കെ ഗ്രാൻഡ് ഫാദർ മൊയ്ത് മൗലവി, അബ്ദുൽ റഹ്മാൻ. ഈ ലീഗുകാർ അപ്പോൾ ഇവർക്കൊക്കെ സപ്പോർട്ടും കുറവായിരുന്നു. സപ്പോർട്ട് കൂടുതൽ ഈ പാകിസ്ഥാൻ വാദക്കാരായ ഇന്നത്തെ ലീഗല്ല ടൈം പറഞ്ഞത്, അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ജിന്നയുടെ ലീഗിനായിരുന്നു. നമ്മളിനിയും മാന്തി എടുത്ത് ഇനിയും ഫർദർ പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ ഡീറ്റെയിൽസ് പോകാത്തത്. നമുക്ക് ഈ ചരിത്രത്തിലെ പിന്നെ കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ വെറുക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടും. നമ്മളിങ്ങനെ വെറുത്ത് ഇത്ര കാലം ചെയ്യും. മനുഷ്യൻ ഇത്രയും ഉയർന്നു വന്ന മനുഷ്യൻ്റെ കോപ്പറേഷൻ കൊണ്ടാണ്, അല്ലെ കോൺഫ്ലിക്റ്റ് കൊണ്ടല്ല. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാത്തത്. അപ്പോൾ 1921 കലാപത്തിന് ശേഷം ഈ മലപ്പുറം പൂർണ്ണമായിട്ടും ഡോർമെൻ്റായിപ്പോയി, പേടിച്ച് വിറച്ചു. ഇപ്പോഴാണ് പിന്നെയും ഒന്ന് മസിൽ കാണിച്ചു തുടങ്ങി. ഇത് എവിടെ ചെന്നത് പഠിച്ചോന്നറിയാം. എന്നുവെച്ചാൽ ലീഗരല്ല, വേറെ ചില ആളുകൾ ഇപ്പോൾ മസിൽ കാണിച്ചു തുടങ്ങിയല്ലോ. 1921 ഉറയിൽ വെച്ച കത്തി ഇവർ ഉറയിൽ വെച്ചല്ല, ബ്രിട്ടീഷുകാർ കത്തി ഉരുക്കി കളഞ്ഞതാണ്. ഇവന്മാരെ കൊന്നു കളഞ്ഞു, അല്ലെ ഇവന്മാർ വെച്ചല്ലേ, ഇവന്മാർ വെച്ചതാണ് ഇവന്മാർക്ക് ശരി. ബ്രിട്ടീഷുകാരടുത്ത് ഇവന്മാരെ കാട്ടിൽ ഓടി രക്ഷപ്പെട്ടു. SK പൊറ്റക്കാടിൻ്റെ ദേശത്തിൻ്റെ കഥയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ബ്രിട്ടീഷുകാരവിടെ. ഞാൻ പറയുന്നില്ല, പലർക്കും ഹർട്ട് ചെയ്യും, അങ്ങനെ പറയാത്തത്. രജപുത്ര സൈന്യവും ഗൂർഖ സൈന്യവും ബ്രിട്ടീഷ് സൈന്യവും എങ്ങനെയാണ് അവിടെ അതിക്രൂരമായിട്ടുള്ള അടിച്ചമർത്തൽ. അവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയുന്ന പോരാടി മരിച്ചതെന്നാണ് പറയുന്നത്. അത് പോരാടി മരിച്ച അവരറിയുന്നതല്ലേ, പോരാടി മരിച്ചത്. ആദ്യഘട്ടത്തിൽ അത് ഓക്കെ ആയിരുന്നു, അത് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. പിന്നെ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ പരിപൂർണമായ ഒരു വർഗീയ കലാപമായിട്ട് മാറിയിട്ട്, ആൻറ്റി ഹിന്ദു കലാപമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ആൻറ്റി ഹിന്ദു കലാപമായിട്ട് മാറി ഇങ്ങനെ പോരാട്ടമാകുക ആദ്യഘട്ടത്തിലും ഓക്കെ. എനിക്കതിനോട് യോജിപ്പില്ല. ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു ആ പോരാട്ടം എന്നാണ് ഇപ്പോഴും. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായി തുടങ്ങി. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം തന്നെ ഹിന്ദുക്കൾക്കെതിരാവും. അപ്പോഴാണ് പറഞ്ഞത് ഈ പോരാട്ടത്തെ ബ്രിട്ടീഷുകാർ അടിച്ച് അമർത്തുകയായിരുന്നു, അല്ലാതെ ഈ പറയുന്ന വലിയ വീമ്പ് പറച്ചിലൊന്നുമില്ല. പോരാട്ടത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തേ, പോരാട്ടത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നത് നമ്മൾ കൈയടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഹിന്ദു വിരുദ്ധമായി മാറിയെന്നുള്ള അതിനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്ത് നമ്മൾ കൈയടിക്കണം. കാരണം പാവപ്പെട്ട ഹിന്ദുക്കൾ എന്ത് ചെയ്തു? ഒരു കലാപം തുടങ്ങിയാൽ പിന്നെ ഈ പറഞ്ഞ ക്രൂരനായ ജന്മിയൊന്നുമില്ല, കാണുന്നവനെ മൊത്തം കൊല്ലുക എന്നുള്ളത്. 1921 സിനിമ ഉണ്ട് ശശിയേട്ടൻ്റെ, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ അവസാനം അത് ഭീകര 2 സൈഡും പറയുന്നുണ്ട്. ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മനസ്സായിട്ടല്ല, അന്ന് നമ്മുടെ സമൂഹത്തിന് കമ്മ്യൂണലും അല്ല. ആ സിനിമയിൽ 2 സൈഡും കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്. ആ സുരേഷ് ഗോപിൻ്റെ ക്യാരക്ടറൊക്കെ ഗംഭീര ക്യാരക്ടറാണ്. അതിൽ ഓരോ ക്യാരക്ടറും ഭയങ്കര ഐഡൻറ്റിറ്റി ഉള്ള ക്യാരക്ടർ. മമ്മൂക്കൻ്റെ ക്യാരക്ടർ, മുകേഷിൻ്റെ ക്യാരക്ടർ, പിന്നെ ഇയാളെ മധുസാറിൻ്റെ ക്യാരക്ടർ, അത് ഭയങ്കര സിനിമയാണ്. അതൊന്ന് നമ്മളാ സമയത്ത് ഒന്ന് 2K ഇറക്കേണ്ട ഒരു സിനിമയാണ് 1921 കലാപമായിട്ട് ബന്ധപ്പെട്ട ആ സിനിമ. ഇനി അങ്ങനെ സിനിമ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നീ SDPക്കാർ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ BJPക്കാർ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ അവരിനി തലമുക്കി 1921 പോലെ ആയിപ്പോവും. 1921 ശേഷം പിന്നെ അവിടെ ഈ പറയുന്നതിൻ്റെ ആളുകൾ തലമുക്കി തുടങ്ങി 90കൾക്കായ മദിനി വന്നതിന് ശേഷം. അതുവരെ ലീഗൊക്കെ വളരെ കാമൻ കോയറ്റായിട്ട് ഓർത്തത്. പിന്നെ ലീഗ്
അന്നത്തെ ലീഗ് ഈ പാകിസ്ഥാന് വേണ്ടി ബാധിച്ച കോഴിക്കോട് തലശ്ശേരിയൊക്കെ മലപ്പുറത്ത് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ആളുകൾ വോട്ട് ചെയ്തു, അവർക്ക് അനുകൂലമായിട്ടൊന്നുമില്ലാതെ. അന്ന് എല്ലാവർക്കും വോട്ടില്ല, ജന്മികൾക്കേ വോട്ടുള്ളൂ. അപ്പം അതുപോലെ സംഭവിക്കും. അതുപോലെ സംഭവിക്കാനാണ് സാധ്യത. കാരണം എത്ര ആളുകളാണ് മരിച്ചത്, ആളുകളുടെ ഉള്ളിൽ ഭീതി ഭീകരമായി. കാരണം ഇത് ഹമാസ് മേടിച്ചു കൂട്ടിയതല്ലേ. മറ്റവനൊരു എന്ന് വെച്ചാൽ തന്നെ ഒരു ട്രാപ്പ് വെച്ചു കൊടുത്ത് ഇവർ പോയി തല വെച്ചു കൊടുത്തു. അതിലെ കാര്യം. അതിന് എത്ര പാവ കുട്ടികൾ, സ്ത്രീകൾ, നിരപരാധികൾ, അവിടെ 1000 ആളുകൾ, പിന്നെ 100 ആളുകൾ കൊല ചെയ്യപ്പെടുകയും എത്ര പേര് കിഡ്നാപ്പ് ചെയ്യപ്പെടുകയും ചെയ്ത മൊത്തം 1000 കൂട്ടിക്കോ. അതിന് ഇവിടെ 50,000 ആളാണ്. അതൊരു ഭീകരമായി. മനുഷ്യൻ മരിക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റും. അപ്പം ഒരു ഭീകരവാദി നിങ്ങൾ വെടിവെച്ച് ചൊല്ലുമ്പം ഐ ഹാപ്പി അബൌട്ട് ദാറ്റ്, ഒരു ആസുരം മരിച്ചു. പക്ഷേ അതേപോലെ അല്ല ഒരു സാധാരണക്കാർ മരിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റില്ല. ഇവിടെ ചില ആളുകൾ, ഈ സാധാരണക്കാർ പാവങ്ങൾ, ഈ നാളുകൾ അവരെ ഏതാണ്ട് തടഞ്ഞു വെക്കുന്ന പോലെ വെക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ മരിച്ചിരിക്കുന്ന ആളുകൾ എങ്ങനെ, അതൊരു മാനസിക രോഗമാണ്. ഭീകരവാദികളെ കൊല്ലുന്നത് ശരിയാണ്, പക്ഷേ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് ഇവരെ പലപ്പോഴും കവചമായിട്ട് അവർ ഉപയോഗിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ, അവർ നിസ്സഹായരാണ്, നമ്മൾ നിസ്സഹായരാണ്. പക്ഷേ ആ വേദന മനുഷ്യൻ രീതി നമ്മളെ എഫക്റ്റ് ചെയ്യും. അതാണല്ലോ നമ്മളത് ലോക സംസ്ഥ സുഖിനോ ഭവന്തു ഏകം സദ വിപ്ലവ അതിലേക്ക് ഹിന്ദു ഫിലോസഫി ഞാനതൊക്കെ ബഹുമാനിക്കുന്നത് അതുകൊണ്ടാണ്. അവിടെ ഈ പറഞ്ഞ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നല്ല ഹിന്ദു കാണുന്നത്. ഹിന്ദുവാണ് മനുഷ്യനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഹിന്ദുയിസത്തോട് വലിയ താല്പര്യം. പക്ഷേ ചില ആളുകൾ ഇപ്പം വന്ന് എസ് ടി പി ഐക്കാർക്ക് പഠിക്കാൻ തോന്നുന്നു. SDPI ഐക്കാർ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമീൻ്റെ കാർക്ക് പഠിക്കാൻ തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഒന്നങ്ങനെ സംഭവിക്കും. അതല്ലെങ്കിൽ കാശ്മീർ പോലെ ഫൈനൽ പൊട്ടിത്തത ഉണ്ടാവും. അത് അതിൻ്റെ അവസാനം എന്താ ശാന്തത തന്നെയായിരിക്കും. കാശ്മീർ പൊട്ടിത്തതിരിപ്പം എന്തായി, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. കാരണം ഇപ്പം ലോകം മൊത്തം ഒരു റൈറ്റ് വിങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് വിങ്ങായി മാറിക്കൊണ്ടിരിക്കാൻ കാരണം ഇവരൊക്കെ തന്നെയാണ്. ഈ തീവ്രവാദികളൊക്കെ എല്ലാ രാജ്യത്തും പോയി കുടിയേറിപ്പാട്ട് വോട്ടവകാശം ഉണ്ടായി, അവിടുത്തെ ഡെമോക്രസി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അവിടുത്തെ ആളുകളെ ആക്രമിക്കുന്നു, അത് അവിടുത്തെ തീവ്ര വലതുപക്ഷം ഉപയോഗിക്കുന്നു, അവിടെ നിലവിലുള്ള ഇടത് ഗവൺമെൻറ്റുകൾക്കെതിരെ അവർ ജനവിധി ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ലോകത്ത് തീവ്ര വലതുപക്ഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തീവ്ര വലതുപക്ഷം വളരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഇവർക്ക് തന്നെയാണ് അടി. പ്രത്യേകിച്ച് വലതുപക്ഷത്തിന് ഏറ്റവും ഉയർച്ച ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? വലതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറയുന്നതിനതിൽ നിങ്ങളിപ്പോൾ ടു മച്ച് ഓഫ് സെക്യുലറിസം, ടു മച്ച് ഓഫ് ഡെമോക്രസി ഒന്നും ഉണ്ടാവില്ല. അവരെല്ലാം അവരുടെ രാഷ്ട്രം ഒരു വംശത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രസങ്കല്പം അതുമായിട്ടാണ് മുന്നോട്ട് പോകുക. അതിനിടയിൽ കയറി കളിക്കാനുള്ള ലൂപ്പ് ഹോൾസ് അവരിടില്ല. ന്യൂനപക്ഷങ്ങൾക്കൊക്കെ തന്നെ അവരുടേതായ അവകാശങ്ങളൊക്കെ അവർ കൊടുക്കും. എന്താ പരിമിതമായിട്ടുള്ള അവകാശം. ന്യൂനപക്ഷങ്ങൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലുണ്ട്. അത് പാവങ്ങൾക്ക് ന്യൂനപക്ഷത്തിലെ ഈ പൊളിറ്റീഷ്യൻസും ന്യൂനപക്ഷത്തിലെ നേതാക്കന്മാർക്ക് ഈ പ്രശ്നമുള്ളൂ. പാവം ന്യൂനപക്ഷങ്ങൾക്കൊന്നും ഈ ഒരു അങ്ങനെ ചിന്തയിൽ അവർക്ക് അറിയ പോലും ഇല്ല അവരുടെ റൈറ്റ്സ് എന്താണ്. അപ്പോൾ അത് മാറിയിട്ട് ദേശരാഷ്ട്രങ്ങൾ ശക്തിപ്പെടും. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ യൂറോപ്പ് തന്നെ ഉണ്ടല്ലോ, ഉക്രൈൻ, അതുപോലെ തന്നെ റഷ്യ, ഇത്തരം വലിയ യുദ്ധങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് അപകടമാണ്. പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കുറച്ചും ഡെമോക്രാറ്റിക് ആകാൻ സാധ്യതയുണ്ട് ആ സമയത്ത്. അവിടെ ആളുകൾ ഡെമോക്രാറ്റിക് ആകാൻ നിൽക്കാൻ പറ്റില്ലെന്ന് അവർ പഠിക്കുന്നുണ്ട്. അപ്പം ഗൾഫ് രാജ്യങ്ങൾ അത് പക്ഷേ പ്രോഗ്രസീവായ ചേഞ്ചസ് ഉണ്ടാക്കും. മറ്റു രാജ്യങ്ങൾ വളരെ പിന്നോട്ട് പോകും. യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള സംഘടനകൾ തകരാൻ സാധ്യത. കാരണം യൂറോപ്യൻ യൂണിയൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യുദ്ധം ചെയ്യുന്നതിലും കാര്യമില്ല എന്ന് വിചാരിച്ച് അവർ ഒരുമിച്ച് നിന്നാണ്. അപ്പോൾ അവർ അത്രയും റിസോഴ്സസ് അവർക്ക് എന്ത് ചെയ്താൽ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് യൂറോപ്പത്തിന് പുരോഗതി വന്നത്. ഇപ്പം എന്ന് വെച്ചാൽ പക്ഷേ ഇത് ഇനിയിപ്പോൾ അത് ബ്രേക്കപ്പായി ഓരോ രാജ്യങ്ങളായി പോകും. പിന്നെ മിലിറ്ററിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. മിലിറ്ററിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അതിന് ജനങ്ങൾക്ക് അത്രയും സഹിക്കേണ്ടി വരും. ജനങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട മണമാണ് അങ്ങനെ ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവർ യുദ്ധങ്ങൾ ഒരു ചെറിയ യുദ്ധം ചിലപ്പോൾ ലോക യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. യൂറോപ്പിന് അങ്ങനെ പ്രശ്നമുണ്ട്. മാത്രമല്ല അന്നത്തെ പോലെയല്ല, അത്യന്താധുനികമായ ആയുധങ്ങളുണ്ട്. ഇവർ പരസ്പരം ഇത് ഉപയോഗിക്കാം. ഭൂമി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. അതോടൊപ്പം തന്നെ ട്രംപ് വന്നാൽ ഇറാനെ അതോടൊപ്പം ചൈനയെ എങ്ങനെയായിരിക്കും പരിഗണിക്കുക? ട്രംപ് വന്ന് ചൈനയായിട്ടൊരു പരിധി കൂടുതൽ മുട്ടാൻ പോവില്ല. പണി കിട്ടുന്ന അവർക്കറിയാം. ചൈനയ്ക്ക് അസറ്റ് ഉണ്ട്, വേൾഡ് വൈഡ് അസറ്റ് ഉണ്ട് ചൈനയ്ക്ക്. ഇറാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ജനാധിപത്യം ഇപ്പോഴും ഉണ്ടാവുന്നു. ഇറാനിലൊരു ജനാധിപത്യം എപ്പോഴും ഉണ്ടായാലും ഇപ്പം സൗദി അറേബ്യയിലൊക്കെ ജനാധിപത്യം എപ്പോഴും ഉണ്ടായി കഴിഞ്ഞാൽ തീവ്രവാദികൾ അതിലേക്ക് അധികാരം പോകും. ഇറാനിൽ അത് സംഭവിക്കില്ല. കാരണം അവിടെ തീവ്രവാദികളാണ് ഭരിക്കുന്നത്. ജനാധിപത്യത്തിന് വേണ്ടി ബാധിക്കുന്ന ലിബറലുകളാണ്. അപ്പോൾ ഇറാനിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടും. ഈ ഖൊമേനിയുടെ പിടിയൊന്ന് മാറും. കാരണം അല്ലെങ്കിൽ അവിടെ ഇന്റേണലി പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അമേരിക്കയ്ക്ക് പണി എളുപ്പമാണ്. അതുകൊണ്ട് അവർ തന്നെ റിഫോംസ് കൊണ്ടുവരാനാണ് സാധ്യത.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.